നമസ്കാരം. യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ആക്രമണം കടുപ്പിച്ചു. ഇസ്രയേൽ 2 മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. ഇസ്രയേലിന്റെ ആണവശേഷിയുള്ള ജെറിക്കോ മിസൈലുകൾ സൂക്ഷിച്ചിരുന്നതായി കരുതുന്ന വളരെ സെൻസിറ്റീവായ സ്ഡോട്ട് മൈക്ക എയർബേസിനെ ലക്ഷ്യം വെച്ചും ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. മറ്റൊരാക്രമണം ടെല്ലവീവിലെ ബെൻഗൂരിയോൺ വിമാനത്താവളത്തിന് നേർക്കാണ് നടത്തിയത്. വ്യോമതാവളത്തിൽ പലസ്തീൻ 2 മിസൈലുകളും ബെൻഗുരിയോൺ വിമാനത്താവളത്തിൽ സുൽഫിക്കർ മിസൈലും വിക്ഷേപിച്ചതായി ഹൂതികൾ പറയുന്നു. മറ്റൊരു സുപ്രധാന ഇസ്രയേലി ലക്ഷ്യത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായും ഹൂതികൾ അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസം യുഎസിന്റെ MQ-9 സ്പൈ ഡ്രോൺ യമൻ വ്യോമാതിർത്തിയിൽ വെച്ച് ഹൂതികൾ തകർത്തിരുന്നു. 2 ആഴ്ചയിൽ ഹൂതികൾ വെടിവെച്ചിടുന്ന യുഎസിന്റെ 4ാമത്തെ സ്പൈ ഡ്രോണാണിത്. മൊത്തത്തിൽ 19 യുഎസ് ഡ്രോണുകളെ ഹൂതികൾ തകർത്തിട്ടുണ്ട്. ഹൂതി വിമതർ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മിസൈൽ മാത്രമാണ് ഇസ്രയേലിനുള്ളിൽ കടന്നതെന്നും അതിനെ പ്രതിരോധിച്ചെന്നും IDF അവകാശപ്പെട്ടു. യുഎസിന്റെ ഭീഷണികളെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ടാണ് ഇസ്രയേലിനെതിരെ വീണ്ടും ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്. ഞായറാഴ്ചയാണ് മിസൈലുകൾ തൊടുത്തുവിട്ടതും. പ്രധാന ഇസ്രയേൽ നഗരങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചെന്നും സൈറണുകൾ മുഴങ്ങിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജെറുസലേം, അഷ്ദോദ്, നെതന്യ, ടെല്ലവീവ് എന്നീ പ്രദേശങ്ങളിലാണ് ആക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയത്. ആക്രമണത്തിനിടെ 100 കണക്കിന് ഇസ്രയേലികൾ ഷെൽട്ടറുകളിലേക്ക് ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഹൂതികൾ ആക്രമണം കടുപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുഎസിനും ഇസ്രയേലിനുമെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കുകയാണ് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ. യമൻ ലക്ഷ്യമിട്ട് യുഎസ് നേരിട്ട് ആക്രമണം തുടങ്ങിയതോടെയാണ് യുഎസിനെതിരെ ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. ഇസ്രായേലിലെ ടെല്ലവീവ് ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. ചെങ്കടലിലെ യുഎസിന്റെ യുദ്ധക്കപ്പൽ USS ഹാരിസ് ട്രൂമാനെ ലക്ഷ്യമിട്ടും ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നു. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് മറുപടിയായാണ് ഹൂതികൾ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിച്ചു തുടങ്ങിയത്. ഇപ്പോൾ അതിശക്തമായ പോരാട്ടമാണ് ഹൂതികൾ നടത്തുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മാർച്ച് പകുതി മുതൽ ഇതുവരെ 100-ലധികം പേരാണ് മരിച്ചത്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യുഎസിന്റെ യുദ്ധക്കപ്പലായ USS ട്രൂമാനിൽ നിന്നാണ് യമനിലേക്ക് US ആക്രമണം നടത്തിയതും. പിന്നാലെ USS ട്രൂമാന് നേരെ അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾ നടത്തുന്നത്. അതിനൊപ്പം ഇസ്രയേലിന് നേരെയും ആക്രമണം നടത്തുന്നുണ്ട്. യുഎസിന്റെയും ഇസ്രയേലിന്റെയും ഉറക്കം കെടുത്തുകയാണ് ഹൂതികൾ. ഉറങ്ങിക്കിടന്ന ഹൂതികളെ വിളിച്ചുണർത്തിയത് US ആണ്. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ നിശബ്ദമായിരുന്നു ഹൂതികൾ. US യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതോടെയാണ് യുഎസിനെതിരെയും ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസവും നിരവധി ആക്രമണ പരമ്പരകൾ നടത്തിയതായി യമൻ വിമത ഗ്രൂപ്പ് അവകാശപ്പെട്ടു. ജാഫയ്ക്ക് സമീപമുള്ള ഇസ്രയേൽ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹ്യ സാരി അവകാശപ്പെട്ടു. യഫ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും യഹ്യ സാരി വ്യക്തമാക്കി. അതിനൊപ്പം അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS ട്രൂമാനെതിരെയും ആക്രമണം നടത്തിയതായി യഹ്യ സാരി വ്യക്തമാക്കി. യമനിലെ അൽ ജാഫ പ്രൊവിൻസിന് മുകളിലൂടെ പറന്ന യുഎസിന്റെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായും യഹ്യ സാരി അവകാശപ്പെട്ടു. ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളും ഹൂതികൾ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾ ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവ് ലക്ഷ്യമിട്ട് നടത്തിയത്. വിമാനത്താവളം ഉൾപ്പെടെ വിവിധ മേഖലയിൽ വൻ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ. ടെല്ലവീവിനടുത്തുള്ള ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണവും ചെങ്കടലിൽ US യുദ്ധക്കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണവും നടത്തിയതായി ഹൂതികൾ വ്യക്തമാക്കി. നേരത്തെ യമന്റെ എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവ അമേരിക്കയുടെ വ്യോമസേന ആക്രമിച്ചിരുന്നു. ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.